ഹലോ എവരി വൺ, ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി എം.കോം സെക്കൻഡ് സെമസ്റ്റർ ക്ലാസ്സുകളിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഈ ബിസിനസ് ആൻഡ് സൈബർ ലോ എന്ന പേപ്പറിലെ 4th ബ്ലോക്കിൽ സെക്കൻഡ് യൂണിറ്റ് ആയിട്ടുള്ള IT ആക്ട് ആണ് ഡിസ്കസ് ചെയ്യുന്നത്. സോ IT ആക്ട്, ഇൻഫർമേഷൻ ടെക്നോളജി ആക്ട് 2000 ആണ് ഈ ഒരു യൂണിറ്റിലുടനീളം നമ്മൾ ചെറുതായിട്ടൊന്ന് പറഞ്ഞു പോകുന്നത്. ആൻഡ് the Parliament of India passed the Information Technology Act 2000 on 17th October 2000 ആണ് ഈ ഒരു ആക്ട് നിലവിൽ വന്നിട്ടുള്ളത്. ഇറ്റ്സ് ഇന്ത്യസ് ഫസ്റ്റ് സൈബർ ലോ പ്രൊവൈഡിങ് ലീഗൽ ഇൻഫ്രാസ്ട്രക്ചർ ഫോർ ഇ-കൊമേഴ്സിനൊക്കെ ഒരു ലീഗൽ ഇൻഫ്രാസ്ട്രക്ചർ നൽകുന്ന ഒരു ഫസ്റ്റ് സൈബർ ലോ ഒക്കെയാണ് IT ആക്ട് 2000 എന്ന് പറയുന്നത്. It gives legal recognition to electronic transactions, communication and the storage of information, promotes electronic filing of documents with the government agencies and amends related laws including the IPC, Indian Evidence Act, Bankers Book Evidence Act and RBI ആക്ട്. ഇതിനൊക്കെ അമാൻഡ് ചെയ്തുകൊണ്ട് ഇലക്ട്രോണിക് രൂപത്തിലുള്ള എല്ലാ ബിസിനസ്സസ് ആൻഡ് അതർ ട്രാൻസാക്ഷൻസിനൊക്കെ ഒരു ലീഗൽ റെക്കഗ്നിഷൻ കൊടുത്തുകൊണ്ട് വന്നിട്ടുള്ള ഒരു മൈൽ സ്റ്റോൺ എന്ന രീതിയിൽ തന്നെ നമ്മുടെ ലോയിൽ ഒരു മൈൽ സ്റ്റോൺ എന്ന രീതിയിൽ വന്നിട്ടുള്ള ഒരു ആക്ടാണ് IT ആക്ട് 2000. ഓക്കെ, ഇനി IT ആക്ട് 2000ന്റെ ഹൈലൈറ്റ്സ് പറയുന്നുണ്ട്. ഒരുപാട് ലിസ്റ്റ് ഔട്ട് ചെയ്തിട്ടുണ്ട്. ഇലക്ട്രോണിക് കോൺട്രാക്ട്സ് ആർ ലീഗലി വാലിഡ്. EDI accorded legal recognition. EDI means ഇലക്ട്രോണിക് ഡാറ്റ ഇന്റർചേഞ്ച്. അതുപോലെ ലീഗൽ റെക്കഗ്നിഷൻ accorded to ഡിജിറ്റൽ സിഗ്നേച്ചേഴ്സിന് ലീഗൽ റെക്കഗ്നിഷൻ കൊടുത്തു. ഡിജിറ്റൽ സിഗ്നേച്ചർ ടു ബി affected by use of asymmetric crypto system and hash function. Security procedures for electronic records and digital nature. Appointment of adjudicating officer for holding inquiries under the act. അതുപോലെ സർട്ടിഫൈങ് അതോറിറ്റീസ് റിക്വയർഡ് ടു ഗെറ്റ് ലൈസൻസ് ടു ഇഷ്യൂ ഡിജിറ്റൽ സിഗ്നേച്ചർ സർട്ടിഫിക്കറ്റ്സ് ഒക്കെ ഇഷ്യൂ ചെയ്യാനുള്ള ലൈസൻസിന്റെ കാര്യങ്ങൾ പറഞ്ഞു. കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് സൈബർ റെഗുലേഷൻ അഡ്വൈസറി കമ്മിറ്റി, ഒരു കമ്മിറ്റി രൂപീകരിക്കണം എന്ന് പറഞ്ഞു. ടു അഡ്വൈസ് ദ സെൻട്രൽ ഗവൺമെന്റ് ആൻഡ് കൺട്രോളർ എന്നുള്ള രീതിയിൽ ഇത്തരം കാര്യങ്ങളൊക്കെയാണ് ഒരുപാട് റെഗുലേഷൻസ് കൊണ്ടുവന്നിട്ടുള്ളതാണ് IT ആക്ട്. ഇതെല്ലാം മെയിൻ ഹൈലൈറ്റ്സ് ഓഫ് IT ആക്ട് 2000. ഓക്കെ, ഇനി ഇതിൽ എഫക്റ്റഡ് ആയിട്ടുള്ള അമാൻഡ്മെന്റ്സ് പറയുന്നത് ഇന്ത്യൻ പീനൽ കോഡ്, ഇന്ത്യൻ എവിഡൻസ് ആക്ട്, റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ആക്ട് ഒക്കെയാണ് എഫക്റ്റഡ് ആയിട്ടുണ്ടെന്ന് പറയുന്നത്. ഇനി ഇമ്പോർട്ടൻറ്റ് കോൺസെപ്റ്റ്സ് ഇൻട്രൊഡ്യൂസ്ഡ് ഇൻ ദ IT ആക്ട് 2000 ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള ഇമ്പോർട്ടൻറ്റ് കോൺസെപ്റ്റ്സ് ആണ് പറയുന്നത്. അത് ഇലക്ട്രോണിക് റെക്കോർഡ്, ആ ഒരു ടെർമിനോളജീസ് തന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്ത് വരാണ്. സെക്യൂർ ഇലക്ട്രോണിക് റെക്കോർഡ്, ഡിജിറ്റൽ സിഗ്നേച്ചർ, സെക്യൂർ ഡിജിറ്റൽ സിഗ്നേച്ചർ, സർട്ടിഫൈങ് അതോറിറ്റി, ഡിജിറ്റൽ സിഗ്നേച്ചർ സർട്ടിഫിക്കറ്റ് എന്നുള്ള കുറെ ടേംസ് ആണ്, കോൺസെപ്റ്റ്സ് ഒക്കെയാണ് IT ആക്ട് 2001 എമേർജ് ചെയ്ത് വന്നിട്ടുള്ളത്. Then positive aspects of the corporate sector under IT Act 2000. 2000 ഈ IT ആക്ട് കൊണ്ട് കോർപ്പറേറ്റ് സെക്ടേഴ്സിന് ഉണ്ടായിട്ടുള്ള പോസിറ്റീവ് ഇമ്പാക്ട്സ് ആണ് പറയുന്നത്. അത് പ്രകാരം ഇമെയിൽ ഈസ് നൗ ലീഗലി വാലിഡ് ഫോം ഓഫ് കമ്മ്യൂണിക്കേഷൻ ആൻഡ് അഡ്മിസിബിൾ ഇൻ കോർട്ട്. സോ അതിനു മുമ്പ് വരെ അല്ലായിരുന്നു ഇമെയിൽ എന്നൊരു ലീഗൽ വാലിഡ് ഫോം ഓഫ് കമ്മ്യൂണിക്കേഷൻ ആയിട്ട് അതിന് മുമ്പ് വരെ അംഗീകരിച്ചിട്ടില്ലായിരുന്നു, അല്ലെങ്കിൽ ലോഫുൾ അല്ലായിരുന്നു എന്നുള്ള രീതിയിലാണ്. സോ IT ആക്ട് വന്നതോടുകൂടി അതൊരു ലീഗൽ വാലിഡ് ഫോം ഓഫ് കമ്മ്യൂണിക്കേഷൻ ആയി മാറി ഇമെയിൽ. ദെൻ ദ ആക്ട് പ്രൊവൈഡ്സ് ദ ലീഗൽ ഇൻഫ്രാസ്ട്രക്ചർ ഫോർ ഇ-കൊമേഴ്സ്, എനാബിളിംഗ് കമ്പനീസ് ടു ട്രാൻസാക്ട് ഓൺലൈൻ. ഇ-കൊമേഴ്സിനൊക്കെ ഒരു ലീഗൽ ഫോം കൊടുത്തു. ഡിജിറ്റൽ സിഗ്നേച്ചർ ഗെയിൻ ലീഗൽ വാലിഡിറ്റി എന്ന് പറഞ്ഞു. അതുപോലെ കോർപ്പറേറ്റ്സ് ക്യാൻ ആക്ട് ആസ് സർട്ടിഫൈങ് അതോറിറ്റീസ് ആയിട്ട് ഫോർ ഇഷ്യൂയിങ് ഡിജിറ്റൽ സിഗ്നേച്ചർ സർട്ടിഫിക്കറ്റ്സ് ഇഷ്യൂ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സർട്ടിഫൈങ് അതോറിറ്റീസ് ആയിട്ട് കോർപ്പറേറ്റ്സിന് ആക്ട് ചെയ്യാമെന്ന് പറഞ്ഞു. കമ്പനീസ് ക്യാൻ ഫയൽ ഫോംസ്, ആപ്ലിക്കേഷൻസ് ആൻഡ് ഡോക്യുമെന്റ്സ് വിത്ത് ഗവൺമെന്റ് ബോഡീസ് ഇലക്ട്രോണിക്കലി. നമ്മൾ മാനുവലി ചെയ്തൊക്കെ ഇലക്ട്രോണിക്കലി ഫയൽ ചെയ്യാം ഇനി മുതൽ എന്ന് പറഞ്ഞു. Then the act emphasizes security, defining secure digital signatures crucial for safe online businesses, and cyber crimes such as hacking and tampering with the source code are recognized as punishable offenses. So അതുവരെ അല്ലായിരുന്നു, അതുവരെ ഇങ്ങനെ സൈബർ ഇന്റർനെറ്റ് ഉപയോഗിച്ചുകൊണ്ടുള്ള ഒരു ഫ്രോഡ്സും എന്നൊരു ലോക്കകത്ത് അത് വന്നിട്ടില്ലായിരുന്നു. ഇതിന്റെ സെക്ഷൻ പ്രകാരം ഇതൊരു അൺലോഫുൾ ഒഫൻസ് ആണെന്ന് പറയാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ IT ആക്ട് വന്നോടെ ഈ പ്രോബ്ലംസ് എല്ലാം സോൾവ് ആയി എന്നാണ് പറയുന്നത്. ഗിവിംഗ് കോർപ്പറേറ്റ്സ് ലീഗൽ പ്രൊട്ടക്ഷൻ എന്നൊക്കെ പറയുന്നുണ്ട്.
ഓക്കെ. സോ ഇത്രയും പോസിറ്റീവ് ആസ്പെക്ട്സും പുതിയ പുതിയ കാര്യങ്ങളൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടെങ്കിലും അൺറിസോൾവ്ഡ് ഇഷ്യൂസും ഉണ്ടായിട്ടുണ്ട്. സോ ഇൻ IT Act 2001 അൺറിസോൾവ്ഡ് ഇഷ്യൂസ് എന്ന് പറയുന്നത് ടാക്സേഷൻ ഇതിൽ പെട്ടിട്ടില്ല. നമ്മൾ കഴിഞ്ഞ യൂണിറ്റിലും അത് പറഞ്ഞിട്ടുണ്ട്. സോ ടാക്സേഷൻ ഓൺ ഇ-കൊമേഴ്സ് ആൻഡ് എം-കൊമേഴ്സ് ട്രാൻസാക്ഷൻസ് ഇതിനകത്ത് പെടുന്നില്ല. അതുപോലെ ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി റൈറ്റ്സ്, കോപ്പിറൈറ്റ്, ട്രേഡ്മാർക്ക്, പാറ്റന്റ്സിനെ പറ്റിയിട്ടൊന്നും ഇതിൽ പ്രതിപാദിച്ചിട്ടില്ല. ഡൊമെയിൻ നെയിം പോളിസീസ്, ഡിസ്പ്യൂട്ട്സ് ആൻഡ് സൈബർ സ്ക്വാട്ടിംഗ്, പ്രൈവസി ആൻഡ് ഡാറ്റ പ്രൊട്ടക്ഷൻ, കൺസ്യൂമർ റൈറ്റ്സ് ഇൻ ഇ-കൊമേഴ്സിലുള്ള കൺസ്യൂമർ റൈറ്റ്സ് ഇതൊന്നും ഇതിൽ പെട്ടിട്ടില്ല. കൺസ്യൂമർ റൈറ്റ്സിനെ കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട് കോപ്രയിൽ അത് വിസ്തരിച്ച് പറയുന്നുണ്ട്. പക്ഷെങ്കിൽ ഇ-കൊമേഴ്സിലുള്ള കൺസ്യൂമർ റൈറ്റ്സ് ഒന്നും IT ആക്ടിനകത്ത് വന്നിട്ടില്ല. അതൊരു അൺറിസോൾവ്ഡ് ഇഷ്യൂ ആയിട്ട് നിലനിന്നിരുന്നു എന്നാണ് പറയുന്നത്. ഇനി അതർ ലോസ് അമാൻഡഡ് ബൈ ദ IT Act 2000 എന്ന് പറഞ്ഞിട്ട് ഇന്ത്യൻ പീനൽ കോഡും അതുപോലെ ഇന്ത്യൻ എവിഡൻസ് ആക്ട് 1872 ഒക്കെ പറയുന്നുണ്ട്. ദ നാഷണൽ പോളിസി ഓൺ ഇൻഫർമേഷൻ ടെക്നോളജി 2012 ഒക്കെയാണ് പറയുന്നത്. ഇന്ത്യൻ പീനൽ കോഡ് 1860 എന്ന് പറയുമ്പോൾ ഒറിജിനലി ഇൻ സെക്ഷൻ 91 ആൻഡ് ദ ഫസ്റ്റ് ഷെഡ്യൂൾ ഓഫ് ദ IT Act ലേറ്റർ ഷിഫ്റ്റഡ് ടു പാർട്ട് 3 ഓഫ് 2008 അമാൻഡ്മെന്റിലേക്ക് ഷിഫ്റ്റ് ചെയ്തു എന്നൊക്കെ പറഞ്ഞു. കീ അമാൻഡ്മെന്റ് വന്നിട്ടുള്ളത് സെക്ഷൻ 4 സെക്ഷൻ 40, അതുപോലെ സെക്ഷൻ 118 ആൻഡ് 119, സെക്ഷൻ 464 സെക്ഷൻ 464 ഡിജിറ്റൽ സിഗ്നേച്ചർ എന്നുള്ള ആ ഒരു ടേമിനെ ഇറ്റ് ഇസ് റീപ്ലേസ്ഡ് വിത്ത് ഇലക്ട്രോണിക് സിഗ്നേച്ചർ ആക്കി മാറ്റി എന്നൊക്കെ പറയുന്നുണ്ട്. ഇന്ത്യൻ പീനൽ കോഡ് 1860 കേട്ടോ. ദെൻ ഇന്ത്യൻ എവിഡൻസ് ആക്ട് 1872 വന്നിട്ടുള്ള IT ആക്ടിൽ വന്നിട്ടുള്ള അമാൻഡ്മെന്റ്സ് നോക്കുകയാണെങ്കിൽ സെക്ഷൻ 3 ഡിജിറ്റൽ സിഗ്നേച്ചർ സർട്ടിഫിക്കറ്റ് എന്നുള്ള ടേംസ് ഒക്കെ റീപ്ലേസ്ഡ് വിത്ത് ഇലക്ട്രോണിക് സിഗ്നേച്ചറും ഇലക്ട്രോണിക് സിഗ്നേച്ചർ സർട്ടിഫിക്കറ്റ് ഡിജിറ്റൽ മാറ്റി ഇലക്ട്രോണിക് ആക്കിയിട്ടുണ്ട്. ദെൻ സെക്ഷൻ 45A ഇൻട്രൊഡ്യൂസ്ഡ് ഒപ്പീനിയൻ ഓഫ് എക്സാമിനർ ഓഫ് ഇലക്ട്രോണിക് എവിഡൻസ് വന്നിട്ടുണ്ട്. അതുപോലെ സെക്ഷൻ 47A, 67A, 85A, 85B, 85C, 90A എന്നുള്ള സെക്ഷൻസിലൊക്കെയുള്ള ഡിജിറ്റൽ സിഗ്നേച്ചർ എന്നുള്ളത് ഇലക്ട്രോണിക് സിഗ്നേച്ചർ ആയിട്ട് റീപ്ലേസ് ചെയ്തു എന്നുള്ളതൊക്കെയാണ് ഇന്ത്യൻ എവിഡൻസ് ആക്ട് 1872 IT ആക്ട് വഴി വന്നിട്ടുള്ള അമാൻഡ്മെന്റ്സ്. ഇനി നോക്കുന്നത് നാഷണൽ പോളിസി ഓൺ ഇൻഫർമേഷൻ ടെക്നോളജി 2012 ആണ്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ദ യൂണിയൻ ക്യാബിനറ്റ് ഹാസ് റീസെന്റ് അല്ല, നമുക്കത് റീസെന്റ് അല്ല, പക്ഷെ ബുക്കിൽ അങ്ങനെ പറയുന്നുണ്ട്. അതായത് സെപ്റ്റംബർ 12, 2012 സെപ്റ്റംബറിൽ അപ്രൂവ്ഡ് ദ നാഷണൽ പോളിസി ഓൺ ഇൻഫർമേഷൻ ടെക്നോളജി 2012 അപ്രൂവ് ചെയ്തിട്ടുള്ളത് സെപ്റ്റംബറിലാണെന്ന് പറയുന്നുണ്ട്. അതിന്റെ എയിം, ഈ ഒരു പോളിസിയുടെ എയിം എന്ന് പറയുന്നത് ടു ലിവറേജ് ഇൻഫർമേഷൻ ആൻഡ് കമ്മ്യൂണിക്കേഷൻ ടെക്നോളജി ടു അഡ്രസ് ദ കൺട്രീസ് ഇക്കണോമിക് ആൻഡ് ഡെവലപ്മെന്റ് ചലഞ്ചസ് എന്നൊക്കെയാണ് പറയുന്നത്. ആൻഡ് ഈ ഒരു നാഷണൽ പോളിസി ഓൺ ഇൻഫർമേഷൻ ടെക്നോളജി എന്നുള്ള ഈ ഒരു പോളിസിയുടെ വിഷൻ ഈസ് ടു സ്ട്രെങ്തൻ ആൻഡ് എൻഹാൻസ് India's position as the global IT hub and to use IT and cyberspace as an engine for rapid, inclusive and substantial growth in the national economy എന്നുള്ളതാണ് നാഷണൽ പോളിസി ഓൺ ഇൻഫർമേഷൻ ടെക്നോളജിയുടെ വിഷൻ ആയിട്ട് വരുന്നത്. സോ നമ്മൾ ഈ ഒരു പേപ്പറിൽ ലാസ്റ്റ് യൂണിറ്റ് ആയിട്ടുള്ളത് ഈ IT ആക്ട് ആണ്. ഒരു ചെറിയ യൂണിറ്റ് ആണ് അല്ലെ. കാര്യമായിട്ടും IT ആക്ടും IT ആക്ടിന്റെ ഹൈലൈറ്റ്സും അതിൽ ഇൻക്ലൂഡഡ് ആയിട്ടുള്ള കാര്യങ്ങളും അൺറിസോൾവ്ഡ് ആയിട്ടുള്ള ഇഷ്യൂസും അതുപോലെ IT ആക്ട് റിലേറ്റ് ചെയ്തിട്ട് വന്നിട്ടുള്ള മറ്റ് അമാൻഡ്മെന്റ്സിൽ എവിഡൻസ് ആക്ടിലും അതുപോലെ എന്തിലാണ് പീനൽ കോഡ്സിലൊക്കെ വന്നിട്ടുള്ള അമാൻഡ്മെന്റ്സ് ഒക്കെയാണ് നമ്മൾ പറഞ്ഞിട്ടുള്ളത്. ആൻഡ് ലാസ്റ്റ്ലി നമ്മളിപ്പോൾ നാഷണൽ പോളിസി ഓൺ ഇൻഫർമേഷൻ ടെക്നോളജി 2012 ഇത്രയുമാണ് ഈ ഒരു IT ആക്ട് എന്നുള്ള യൂണിറ്റിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാൻ. So thank you all, have a nice day.